ഹായ് ഫ്രണ്ട്സ്, നമുക്കിനി കുറച്ച് മെഡിസിൻസിനെ പറ്റി പഠിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഡെയിലി ഓരോ മെഡിസിൻസിനെ പറ്റി ജസ്റ്റ് പഠിച്ചു പോകാം. കാരണം നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മെഡിസിൻസൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ മെഡിസിൻസും എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് പാരസിറ്റമോളാണ്. നമ്മൾ പാരസിറ്റമോൾ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗാണ്. നമുക്കൊരു പനി വന്നാലും നമുക്കൊരു തലവേദന വന്നാലും നമുക്കൊരു പല്ലുവേദന വന്നാലും ഒക്കെ നമ്മൾ ഉടനെ പോയി പാരസിറ്റമോൾ കഴിക്കും അല്ലേ. അപ്പോൾ പാരസിറ്റമോൾ നമ്മൾ ഫാർമക്കോളജിക്കലി ഏത് ക്ലാസ്സിലാണെന്ന് നോക്കിയാലോ, അത് അനാൽജസിക്, ആൻറ്റിപയററ്റിക് ആൻഡ് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസിലാണ് നമ്മൾ, അത് ബ്രാക്കറ്റിൽ പറയുന്നത് NSAIDs-ആയിട്ടാണ് നമ്മൾ പാരസിറ്റമോൾ മെയിൻലി ഉപയോഗിക്കുന്നത്. ഈ NSAIDs-ന് രണ്ടായിട്ട് മെയിനായിട്ട് ക്ലാസ് പോയിട്ടുണ്ട്. നോൺ സെലക്റ്റീവ് കോയേഴ്സ് ഇൻഹിബിറ്റേഴ്സും സെലക്റ്റീവ് കോയേഴ്സ് 2 ഇൻഹിബിറ്റേഴ്സും. അതിനകത്ത് നോൺ സെലക്റ്റീവ് കോയേഴ്സ് ഇൻഹിബിറ്റേഴ്സിലെ പാരാ അമിനോ ഫീനോൾ ഡെറിവേറ്റീവ്സിന് എക്സാമ്പിളാണ് പാരസിറ്റമോൾ അല്ലെങ്കിൽ അസെറ്റമിനോഫിൻ. ഈ പാരസിറ്റമോൾ തന്നെയാണ് ഈ അസെറ്റമിനോഫിൻ എന്ന് പറയുന്നത്. അസെറ്റമിനോഫിൻ എന്ന് വെച്ചാൽ കെമിക്കൽ നെയിമാണ്. അതേപോലെ തന്നെ നമുക്ക് പാരസിറ്റമോളിനെ പറ്റി ജസ്റ്റ് ഒന്ന് പഠിക്കാം. പാരസിറ്റമോളിൻ്റെ മെയിൻ യൂസ് എന്താണെന്നും സൈഡ് എഫക്റ്റ് എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ പാരസിറ്റമോൾ എന്ന് വെച്ചാൽ പാരാ അമിനോ ഫീനോൾ ഡെറിവേറ്റീവ്സ് ആണ്. പാരസിറ്റമോൾ നമ്മൾ അസെറ്റമിനോഫിൻ എന്ന് പറയും. അതിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫേറ്റൽ ഹെപ്പാറ്റിക് നെക്രോസിസ് എന്ന് വെച്ചാൽ ലിവർ ഡാമേജ് ഉണ്ടാക്കും. നമ്മൾ ഈ പാരസിറ്റമോൾ നമ്മൾ എപ്പോഴും കഴിച്ചാൽ എപ്പോഴും നമ്മൾ പാരസിറ്റമോൾ കഴിച്ചാൽ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് പാരസിറ്റമോൾ കഴിച്ചെന്ന് വെച്ചാൽ ഈ ഹെപ്പാറ്റിക് നെക്രോസിസ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഓവർ ഡോസാണ് നമുക്ക്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും, ഇപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും നമ്മൾ ഓവറായിട്ട് കഴിച്ചാൽ അതിന് എഫക്റ്റ് ഉണ്ടാകും, അതിന് ഡാമേജ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ചില പേഷ്യൻസിന് നമുക്ക് പാരസിറ്റമോൾ, നമ്മൾ ഏത് മെഡിസിൻസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ചില ഫുഡ്സ് ആണെങ്കിൽ പോലും ചില പേഷ്യൻസുണ്ട്, ചില മനുഷ്യർക്ക് അത് പറ്റത്തില്ലല്ലോ. കാരണം അവരുടെ ജീനും അവരുടെ ആരോഗ്യപരത അനുസരിച്ച് അവരുടെ മെഡിസിൻസ് അവർക്ക് ചിലപ്പോൾ അലർജിയാവും. ഓരോ പേഷ്യൻസിനും അല്ല ഓരോ മനുഷ്യർക്കും ഓരോരോ ഇങ്ങനെ ജീവിതഘടനയാണുള്ളത്. അവരുടെ ജീവിക്കുന്ന രീതി അനുസരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഓരോരുത്തർക്കും കണ്ടില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ തലവേദനയായിരിക്കും, ഇപ്പം ചില ആൾക്കാർക്ക് നടുവേദനയായിരിക്കും. അതിന് ഓരോരുത്തർക്കും ഓരോരോ അസുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർക്ക് പാരസിറ്റമോൾ അലർജി ആയിരിക്കും. അപ്പോൾ പാരസിറ്റമോളിൻ്റെ മെയിനായിട്ടുള്ള യൂസ് നോക്കാം. പാരസിറ്റമോളിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫേറ്റൽ ഹെപ്പാറ്റിക് നെക്രോസിസ് ആണ്, ലിവർ ഡാമേജ്. ഒത്തിരി ടോക്സിൻ ഡോസ് കഴിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഉണ്ടാകുള്ളൂ കേട്ടോ. അതായത് ലിവർ ഡാമേജ് ഉണ്ടാക്കും. അതേപോലെ തന്നെ പാരസിറ്റമോൾ പോയിസണിങ് ആയിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന മരുന്നാണ് നമ്മൾ NSAID ആണ് അതിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെഥിയോണൈൻ IV കൊടുക്കാറുണ്ട്. അപ്പോൾ മെയിൻ തെറാപ്യൂട്ടിക് യൂസസ് പാരസിറ്റമോൾ നോക്കാം. ഫസ്റ്റ് വൺ ആൻറ്റിപയററ്റിക് ആണ് മെയിൻ യൂസ് ഓഫ് പാരസിറ്റമോൾ. സെക്കൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് പെയിൻ, അതേപോലെ തന്നെ അനാൽജസി ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പാരസിറ്റമോളിനെ പറ്റി പറയുന്നത്. അതിൻ്റെ സൈഡ് എഫക്റ്റ് യൂസസ് മാത്രം പഠിക്കുന്നുണ്ട്. താങ്ക് യു ഓൾ.